90+ മൈ ട്യൂഷൻ ആപ്പ് ഇന്ത്യയിൽ ഏറ്റവും ചിലവ് കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതുമായ എഡ്യൂക്കേഷണൽ ആപ്പ്. ഒരു കാതിലോല ഞാൻ കണ്ടില്ല, ഒരു കാതിലോല ഞാൻ കണ്ടില്ല, തിരുതാളി വച്ചതും കണ്ടില്ല, കളവാണിയാം കിളിയോർത്തില്ല. അകലേ ഈ നാടുറാണിയായി തോന്നിയില്ല, പുഴത്തോഴി എന്ന പോൽ തോന്നിയില്ല, ഇതിലാരു ലോല എന്നോർത്തില്ല. പല നാൾ തിരയിളകിയ മാറിൽ നേരിയതാൽ അരയതിലൊരു ഞാണലുക്കിനാൽ നുരചിതറിയ നൂപുരങ്ങളാലേ തോഴി നീയൊരുക്കുന്നു ഒരു ദേവിയായൻ ഗ്രാമത്തെ. ഞാനിതിന്റെ തീരത്തെ വനഗോപബാലനാകുന്നു. കനുചാരു ജില്ലയിൽ പൂക്കളും പുതുതേന്നുകർന്ന പൂമ്പാറ്റയും പനി നീത്തണുപ്പെഴും കാറ്റിനിമ്പവും രാഗാലാപവും. ഒരു കാതിലോല ഞാൻ കണ്ടില്ല, തിരുതാളി വച്ചതും കണ്ടില്ല, കളവാണിയാം കിളിയോർത്തില്ല. അകലേ ചെണ്ടുമല്ലിപ്പൂവെറിഞ്ഞൊരാളുണ്ടോ, അഴകോലും തമ്പ്രാനുണ്ടോ? കണ്ണാടിക്കൈയിൽ കല്യാണം കണ്ടു കാക്കാത്തിക്കിളിയേ. ഉള്ളത്തിൽ ചെണ്ടുമല്ലിപ്പൂവെറിഞ്ഞൊരാളുണ്ടോ, അഴകോലും തമ്പ്രാനുണ്ടോ? കണ്ണാടിക്കൈയിൽ കല്യാണം കണ്ടോ? മിഴിയോരം പനിനീർമണിയോ കുളിരോ പറയൂ നീ ഇളം പൂവേ. മിഴിയോരം നിലാവലയോ പനിനീർമണിയോ കുളിരോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ. പറയൂ നീ ഇളം പൂവേ. ആറ്റിരം വിളിക്കുമ്പിളി തത്തമ്മി കളിത്തത്തമ്മി, ഇല്ലാ കഥ ചൊല്ലാതിടിയോലവാലി. വേണ്ടാത്തത് മിണ്ടാതിടി കൂട്ടുകാരി. കാട്ടുകുന്നിലി തിങ്ങിളി തേൻകരിക്കിളി തുള്ളി പോൽ തുള്ളാതിടി തുളുമ്പാതിടി തമ്പുരാട്ടി. കുഞ്ചാതിടി കുണുങ്ങാതിടി കുറുമ്പുകാരി. നെഞ്ചിലൊരു കുഞ്ഞിളം തുമ്പി പിന്നോ തുള്ളുന്നു, ചില ചെറു ചിങ്കരിപ്പൂവായി താളം തുള്ളുന്നു. ആറ്റിരം വിളിക്കുമ്പിളി തത്തമ്മി കളിത്തത്തമ്മി, ഇല്ലാ കഥ ചൊല്ലാതിടിയോലവാലി. വേണ്ടാത്തത് മിണ്ടാതിടി കൂട്ടുകാരി. ആകാശമാകെ കണിമലർ കതിരുമായി പുലരി പോൽ വരൂ. ആകാശമാകെ കണിമലർ കതിരുമായി പുലരി പോൽ വരൂ. പുതുമണ്ണിനു പൂവിടാൻ കൊതിയായി നീ വരൂ.
ആകാശമാകെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു ഞാൻ തീരമേഘം പൂവും കൊണ്ടേ പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ കുട്ടിക്കുറുമ്പുകളുടെ പാട്ടിന്റെ ഉത്സവമേളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വെൽക്കം ടു കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രസൻസ് 90+ മൈ ട്യൂഷൻ ആപ്പ് ലവേഴ്സ് ടോപ്പ് സിംഗർ. 90+ മൈ ട്യൂഷൻ ആപ്പ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലുള്ള 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ആപ്പാണ്. ഉത്സവ വിരുന്നിന് അനുഗ്രഹം ചൊരിയാൻ നമ്മുടെ പ്രിയപ്പെട്ട വിധികർത്താക്കൾ. വെൽക്കം MG അങ്കിൾ, ദീപു അങ്കിൾ, അനു ചേച്ചി, മധു അങ്കിൾ. കുഞ്ഞു പാട്ടിന്റെ മധുര വിരുന്നിൽ അനുഗ്രഹം നിറവേകാൻ നമ്മുടെ സ്വന്തം മുകേഷ് അങ്കിൾ. വെൽക്കം മുകേഷ് അങ്കിൾ. പാട്ടിന്റെ ഉത്സവമേളത്തിൽ താളമേളത്തിന്റെ അകമ്പടിയുമായി നമ്മുടെ സ്വന്തം ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. പാട്ടിന്റെ കുളിരലയൊരുക്കി കോട്ടയത്ത് നിന്നും കുഞ്ഞച്ചനെത്തുന്നു. വെൽക്കം ബെവൻ ഓൺ സ്റ്റേജ്. ബവൻ വരുന്ന ചില മുയല് വരുന്ന പോലെ ഇങ്ങനെ. കഴിഞ്ഞ പ്രാവശ്യം കോഴി വരുന്ന പോലായിരുന്നു. ആ ഓരോ പ്രാവശ്യം എനിക്ക് തോന്നും ഓരോ വരുന്ന. ഏത് പാട്ടാ മോൻ പാടുന്നത്? കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന. ഓഹോ, കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ? ഏത് സിനിമ? താളവട്ടം. താളവട്ടം. ആര് സംഗീതം? രഘുകുമാർ രാജാമണി. അല്ല, രാജാമണി സാർ. ആ എങ്കിലൊരു കാര്യം പറയാം, ഇത് രണ്ടുപേരും കൂടെ ചെയ്ത പാട്ടാണ്. രഘുകുമാർ രാജാമണിയാണ്. അസാധ്യ പാട്ടുകൾ ഉണ്ടാക്കും. യു ആസ് എ തബലിസ്റ്റ്. അദ്ദേഹവും രാജാമണി ചേട്ടനുമായിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് പൊൻവീണെ കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന
അങ്ങനെ അതിനകത്തെ കളഭം ചാർത്തും, അതിനകത്ത് ഒരുപാട് പാട്ടുകളുണ്ട്, താളോട്ടം. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി ചെയ്ത് പറഞ്ഞിട്ട് തുടങ്ങിക്കൂ, നീ കലക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. മിക്കവാറും ഞങ്ങൾ എണീപ്പിക്കും എന്ന് തോന്നുന്നു. ആ വിശ്വാസമാണ് വലുത് കേട്ടോ. ആ വിശ്വാസമാണ് മോന്റെ ഇത്. എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ തന്നെ ഇരിക്കണം. അതെ, എനിക്ക് ബെവന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പെർഫോമൻസിന് ശേഷം ഓർമ്മ വരുന്നത് കിരീടത്തിലെ മോഹൻലാലിനെ. കാരണം അതുവരെ സാധാരണക്കാരനായി നടന്നിരുന്ന ഒരുത്തൻ പെട്ടെന്ന് കയറി അവിടെ ഒരു വലിയൊരു സ്റ്റാർ ആവുമ്പം ഞാനൊക്കെ ഇപ്പൊ കൊച്ചിൻ അനീഫായിട്ട് കൂടെ നടക്കുകയാണ്, എന്താടാ എന്നൊക്കെ പറയില്ലേ, ആ പറഞ്ഞ മാതിരിയാണ്. കഴിഞ്ഞ ഒരൊറ്റ പാട്ടോടെ ബെവൻ അങ്ങ് മാറ്റി മറിച്ചിരിക്കുകയാണ്. ഫ്ലറഞ്ചി. താങ്ക് യു സാർ. പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തൊടുത്ത വാനം, ചുവന്നു തുടുത്ത മാനം നോക്കി, ചുവന്നു തൊടുത്ത വാനം നോക്കി. അതാണ് ആ കട്ട്. അങ്ങനെ
ഒന്നുമില്ല മോനെ പറയാൻ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ തന്നെ മോനെ ഇപ്പൊ തന്നെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുന്നു. ഫാന്റാസ്റ്റിക് ഡാൻസേഴ്സ്. Super താങ്ക് യു ആയിരുന്നു. സോ മച്ച്. താങ്ക് യു. താങ്ക് യു ഓർക്കസ്ട്രയും സൂപ്പർ. ഓർക്കസ്ട്ര. ബെവൻജി, സാർ. ഞാൻ അങ്ങനെ വിളിക്കേണ്ടിയിരിക്കുന്നു. ബെവൻജി ഇന്ന് സ്പ്രിഞ്ചി നന്നായിട്ട് പാടി മോനെ, താങ്ക് യു സാർ. സൂപ്പറായിട്ട് പാടി. പിന്നെ ഇതിന്റെ ഈ പാട്ട് ട്രാക്ക് പാടിയ ഞാനാ മോനെ. AVM RR സ്റ്റുഡിയോയിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇതുപോലത്തെ വലിയ ഓഡിറ്റോറിയമാണ്, എക്സാക്ട്ലി ഇത്രയും ഉണ്ട്. അതിനുശേഷം ഞാൻ കേൾക്കുന്നതാണ് ഈ ടോപ്പ് ബാൻഡിന്റെ ലൈവായിട്ടുള്ള ഇത്. ഇപ്പം ടോപ്പ് ബാൻഡിൽ 3 വയലിനും ഒരു കീബോർഡും ചേർന്നിട്ട് അവർ ആ സ്ട്രിങ് സെക്ഷൻ വായിക്കുന്നു. അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 വയലിൻ, 10 വിയാളോ, 5 ചെല്ലോ, ഒരു ഡബിൾ ബാസ്, അങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. എന്നിട്ട് ഇത് ലൈവായിട്ട് കേൾക്കുന്നൊരു ഫീല് ജന്മത്ത് ഇനി ഒരു മനുഷ്യന് കേൾക്കാൻ പറ്റില്ല. എനിക്ക് അതിനൊരു ഭാഗ്യം ഉണ്ടായി. കാരണം അതിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ. ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ട്രാക്ക് പാടി എടുത്തു വെക്കുമല്ലോ, എന്തായാലും എടുത്തു വെച്ചിട്ട് പിന്നല്ലേ ദാസേട്ടൻ വന്ന് പാടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേപ്പ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ലൈബ്രറിയിൽ സൂക്ഷിക്കാമായിരുന്നു. അന്ന് പാടിയപ്പം ട്രാക്കല്ലേ, എനിക്ക് എന്നെ ആരും പറഞ്ഞു തരാനൊന്നുമില്ല, പാട്ട് പറഞ്ഞു തന്നു, നീ പാടിക്കോ എന്ന് പറഞ്ഞു. കാരണം ദാസേട്ടൻ വരുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്ത് പാടിക്കും. കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ, ആകാശം അങ്ങനെയാണ്. പക്ഷെ ദാസേട്ടൻ ഒന്ന് പാടിയപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ മോനെ കറക്റ്റ് ചെയ്തില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ അങ്ങ് മാറും. അത് കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ, ആകാശം എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങ് ഒരിഞ്ഞ് നിറഞ്ഞു നിൽക്കുകയാണ് സംഭവം. മനസ്സിലായോ? അപ്പം അതുവരെ തന്നെ അത് ഒന്ന് അടിച്ചു പാടണം. മാനം നോക്കി കൂട്ടിൽ നിന്നും ആ സംഗതികളൊക്കെ ഉണ്ടല്ലോ. ഏറ്റവും പ്രയാസകരമായിട്ടുള്ള 2 സ്ഥലമാണ് അത് പെർഫെക്റ്റ്. പിന്നെ അനുപല്ലയിൽ ഒരു പ്ലേസ് ഉണ്ടല്ലോ, പാടുകി. ഈ വഴിയരികെ ഈ തിരുനടയിൽ പൊന്നിൻ മുകിൽ തരും ഇളം നിറം വാരിച്ചോടി, മഞ്ഞിൻ തുകിൽ പടം വിടും സുമതടങ്ങൾ പോകി. സബാഷ്. ഈ സ്ഥലം ഭയങ്കര പ്രയാസം. ഞാൻ പാടിയപ്പോഴും തെറ്റി. എന്തായാലും ഇന്ന് ഗംഭീരമായിട്ട് പാടി. ഇപ്പം ഹാട്രിക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോൾഡൻ ക്രൗൺ. ഇതിനെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. മുതലാളിമാർ അപ്പുറത്തിരിപ്പുണ്ട്, അവരും കൂടെ തീരുമാനിക്കട്ടെ. എന്തായാലും നേരത്തെ അനു മാഡം പറഞ്ഞ പോലെ യു ഗോ ടു ദ സ്റ്റുഡിയോ ആൻഡ് റെക്കോർഡ് എ സോങ്. താങ്ക് യു സാർ. ബെവൻ സാർ. മോന്റെ പാട്ടിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മോന്റെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നത്, ഇത്രയും ഭാവം മോൻ പാടുന്ന സമയത്ത് മോൻ ഇത്രയും ഡെലിവർ ചെയ്യാൻ സാധിക്കുന്നത്, മോൻ വളരെ റിലാക്സ്ഡ് ആണ്. മോൻ ചിരിച്ച് തന്നെയാണ് ഫുൾ പാടുന്നത്. അപ്പോൾ അത് നമുക്ക് പാട്ടിൽ നമ്മൾ ഒറിജിനൽ കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് ഇതിൽ കിട്ടുന്നുണ്ട്. കാരണം വളരെ ഈസിയാണ്, വളരെ കഠിനമായ സംഗതികൾ വരുമ്പോഴും അത് ചിരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി ഫീൽ ചെയ്യുന്നില്ല. അതിലാണ് മോൻ്റെ ഒരു സക്സസ് ഇരിക്കുന്നത്. അതെപ്പോഴും മോൻ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, സൂപ്പർ. എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. താങ്ക് യു. മോൻ്റെ ഇപ്പം മോൻ പെട്ടെന്ന് ഒരു 1-2 പെർഫോമൻസ് ആയിട്ട് ഒരു സഡൻ ചേഞ്ച് ആണ്. മോൻ പെട്ടെന്ന് നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വേറൊരു ലെവലിലേക്ക് വന്നു. സൂപ്പർ. താങ്ക് യു സാർ. താങ്ക് യു. ബെവൻ മാം. റോക്കിംഗ് പെർഫോമൻസ് ആണ്. ഓസം മാം. താങ്ക് യു മാം. യു ആർ സച്ച് എ മാസ്റ്റർ എന്ന് എനിക്ക് തോന്നി. അത് പാടിയപ്പോൾ ഒന്നുമില്ല, അങ്ങനെ വളരെ ഈസി ആയിട്ട് പാടുന്നു, ചിരിച്ചോണ്ട് പാടുന്നു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ പാടണം തീർച്ചയായിട്ടും. നല്ല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സോങ്സ് അവതരിപ്പിക്കണം. പിന്നെ അനുവാണ്ടി വന്ന ശേഷം എല്ലാവരും എത്ര ഇംപ്രൂവ്മെന്റ് അല്ലേ. എനിക്ക് തന്നെ വയ്യ. അയ്യോ, അപ്പൊ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം കേട്ടോ. യു ആർ അമേസിംഗ്. ഇഫ് ഐ വാസ് എ മ്യൂസിക് ഡയറക്ടർ ഐ വിൽ ജസ്റ്റ് ടേക്ക് ഇറ്റ് ടു മൈ സ്റ്റുഡിയോ റൈറ്റ് നൗ, ബട്ട് ഇറ്റ് വിൽ ഹാപ്പൻ സംടൈം. താങ്ക് യു മാം. ബെവൻ കുട്ടൻ സാർ. എന്റെ അമ്മ എന്താ പറയാ, പുലിയാടാ നീ, പുലി. താങ്ക് യു സാർ. കാരണം ഇത്ര ഈസി ആയിട്ട് പ്രൊഫഷണൽ സിംഗേഴ്സ് പോലും സ്റ്റേജിൽ പാടുമ്പോൾ പല സ്ഥലത്തും സ്ലിപ്പാവും. അതിപ്പോൾ വളരെ ഈസി ആയിട്ട് ചിരിച്ചുകൊണ്ട് എപ്പോഴും ബെവൻ ചിരിച്ചാണ് ഇരിക്കണത്. ഇങ്ങനെ തന്നെയാണ് പാട്ട് പാടുമ്പോഴും. കലക്കി. വളരെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് മോന്. നല്ലൊരു
റെക്കോർഡിങ്ങിന് പറ്റിയ ക്വാളിറ്റി ഉണ്ട്. അതാണ് ഇപ്പോൾ ഇവർ പറഞ്ഞത്, നേരെ സ്റ്റുഡിയോയിൽ കൊണ്ട് പാടിപ്പിക്കാമെന്ന്. കേട്ടോ? അപ്പോൾ എന്തായാലും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. മോനെ ബെവൻ, സാർ. ഇവിടെ കൂടുതലും പേര് പറഞ്ഞത് എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഞാൻ പറയുന്നു, ഗോ ടു ദ സ്റ്റുഡിയോസ്. കാര്യം അതിനുള്ള കപ്പാസിറ്റിയും സ്റ്റാൻഡേർഡും മോന് ഇപ്പം തന്നെ ഉണ്ട്. പിന്നെ മോൻ പാട്ടുകാരനാകുമ്പോഴത്തേക്ക് ഹാപ്പി സിംഗർ എന്നുള്ള പേരും വരും. ഈ പടം താളവട്ടം, ആ സിനിമ തുടങ്ങുമ്പം തന്നെ അത് കൂടുതൽ കാണണമെന്നുള്ളൊരാഗ്രഹം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെൻ്റൽ ഹോസ്പിറ്റൽ, മോഹൻലാലും മോഹൻലാലിൻ്റെ ചേട്ടൻ, എനിക്ക് തോന്നുന്നു വിജയകുമാറാണെന്ന് തോന്നുന്നു, അതായത് പ്രൊഡ്യൂസർ തന്നെ സെവൻ ആർട്സ് വിജയകുമാർ, രണ്ടുപേരും കൂടെ വരികയാണ്. ആരാണ് തലയ്ക്ക് സ്ഥിരമില്ലാത്തതെന്ന് അറിഞ്ഞൂടാ. രണ്ടുപേരും വളരെ സ്മാർട്ടായിട്ട് വരുന്നു. അപ്പം ഓഡിയൻസിന് അറിഞ്ഞൂടാ, ഡോക്ടർക്ക് അറിഞ്ഞൂടാ. അപ്പം മോഹൻലാൽ പറയുന്നു എൻ്റെ ചേട്ടനാണ്, ആളിന് സുഖമില്ല. അപ്പോൾ ഡോക്ടർ വിശ്വസിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ചേട്ടൻ പറയുന്നു ഏയ് ഇയാൾക്കാണ്. ഡോക്ടർ കൺഫ്യൂഷനായി. പക്ഷേ മോഹൻലാൽ വിജയിക്കുകയാണ്, ചേട്ടനാണ് അസുഖമെന്ന് പറഞ്ഞ്. ഇയാൾക്കാണ് ഇങ്ങനെയൊക്കെ പറയും, വളരെ നോർമലായിട്ട് നിൽക്കും, സൂക്ഷിച്ചോണം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്നൊരു റിയാക്ഷൻ വരികയാണ്. ഡോക്ടറുടെ മൂക്കിലൊരു ഈച്ചരി, അപ്പം മ്യൂസിക്കും വരും, കിരി 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 കിരി. അപ്പം ഇയാൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥനാവുകയാണ്. ആ ഈച്ച ഇങ്ങനെ നോക്കി 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 ഡോക്ടർ അറിയുന്നില്ല, അടുത്ത് ചെന്ന് ഒറ്റ അടി മുഖത്ത് കൊടുക്കും. ഈച്ച കൊന്നാണ്. അപ്പോഴാണ് മനസ്സിലായത് ചേട്ടനാണ് നോർമൽ, അനിയനാണ് അസുഖം. അതുവരെ നമുക്ക് കൺഫ്യൂഷനായിരുന്നു. ജഗതി ശ്രീകുമാറിന്റെ പെർഫോമൻസ്. ജഗതി ശ്രീകുമാർ അവിടുത്തെ പിന്നെ ജോലിക്കാരനാണ്. അയാൾ ചെയ്യുന്ന ഒരു കുഴപ്പം കാരണം അയാളെ സസ്പെൻഡ് ചെയ്ത് പറഞ്ഞു വിടുന്നു. അയാൾ പുറകെ നടക്കുകയാണ് എല്ലാവരുടെ അടുത്തും, എൻ്റെ ജോലി എന്ന് പറഞ്ഞിട്ട് ആ മെയിൻ ഡോക്ടർ സോമേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് കെഞ്ചുകയാണ്, ഒരു പ്രാവശ്യം എന്നെ ഒന്ന് വിട്ടുതാ, എനിക്കൊന്ന് മാപ്പുതാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സോമേട്ടൻ പറഞ്ഞു ഒരു കാരണവശാലും നിനക്ക് മാപ്പുമില്ല, ഇറങ്ങി പോടാ. അപ്പോൾ കുറച്ചു നേരം നിന്നിട്ട് ജഗതി ചേട്ടൻ ചോദിക്കും, അപ്പോൾ ഒരു രക്ഷയില്ല, തിരിച്ചെടുക്കില്ല എടാ ഊവേ എന്ന് പറഞ്ഞിട്ട് ഈ മുണ്ടങ്ങോട്ട് മടക്കി കൊടുത്തിട്ട് താൻ എവിടുത്തെ ഡോക്ടർ പോയി, തന്റെ മോള് ആ പ്രാന്തനും കൂടെ തെറന്ന് യൂക്കാലിറ്റിസ് മരത്തിന് ഇടയിൽ കിടക്കണമെന്ന് കണ്ട ലവാടോ എന്നൊക്കെ സൈക്കിൾ എടുത്ത് ഞാൻ നാട് മുഴുക്ക പറയാൻ പോടാ ഭോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാല് സോമേട്ടന് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കും, ഉടനെ പുള്ളി അയ്യോ അയ്യോ ഞാൻ എവിടാ ഞാൻ പോട്ടെ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിറച്ച ഒരു സിനിമയാണ് താളവട്ടം. ഈ പാട്ട് മാത്രമല്ല, ഒരുപാട് പാട്ടുകളുണ്ട്. അവിടെയും പാട്ട് എഴുതിയിരിക്കുന്നത് പൂവച്ചൽ ഖാദറാണ്. എല്ലാ വലിയ ഡയറക്ടർമാരുടെ കൂടെയും ഏറ്റവും വലിയ പാട്ടുകൾ, ഹിറ്റ് പാട്ടുകൾ എഴുതിയ ആളാണ്. അപ്പോൾ മോനി പാട്ട് ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ജഗതി ശ്രീകുമാറിനെ പറ്റിയും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയത്. ഓൾ ദി ബെസ്റ്റ് മോനി. താങ്ക് യു സാർ. ബെവൻ സാർ. എന്തിനാ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? ഗോൾഡൻ ക്രൗൺ. താങ്ക് യു സാർ. താങ്ക് യു സാർ. ബെവൻ സാർ, ഒരു ചിരിപ്പൂക്കുറ്റി എന്നാലും അടിയോടി ചിരിപ്പൂക്കുറ്റി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ ഗോൾഡൻ ക്രൗൺ. താങ്ക് യു സാർ. അപ്പൊ ബെവൻ ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ. താങ്ക് യു. ബൈ. ബൈ ബൈ. കുഞ്ഞുപാട്ടിന്റെ മധുര വിരുന്നുമായി നമ്മുടെ സ്വന്തം ദേവനക്കുട്ടി എത്തുന്നു. വെൽക്കം ദേവനക്കുട്ടി ഓൺ സ്റ്റേജ്. കണ്ണോരം വെള്ളിത്താരം ചിരി, കാതോരം നീരൻ തേനായി മൊഴി, കൊഞ്ചും ചേലോടെ തഞ്ചും പെണ്ണാളെ നീയാരു ഗ്രാമാങ്കനേ. പല്ല് വന്നോ? ആ വന്നല്ലേ? രണ്ടെണ്ണം. പക്ഷെ മേളി വന്നില്ലാത്ത പോലെ തോന്നുന്നു. അത് താഴെ പറഞ്ഞിട്ടാണ് മേലത്ത്. ഓ, ഏത് പാട്ടാ നമ്മള്? കരിനീല കണ്ണഴകി. കരിനീല കണ്ണഴകി അഴരി. ഞങ്ങൾ രണ്ടുപേരും പാടിയിട്ടുണ്ട്, അറിയോ? കേട്ടു. ആ, ചിത്രയും പാടിയിട്ടുണ്ട്, അങ്കിളും പാടിയിട്ടുണ്ട്. ഇതിന്റെ സംഗീത സംവിധായകൻ നമ്മുടെ കൈതപ്രം സാറിന്റെ അനുജൻ വിശ്വം, കൈതപ്രം വിശ്വനാഥൻ. ഒരുപാട് നല്ല പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ.
ചിലമ്പി. ഇത്തിരി പെണ്ണിൻ പൂത്തിരി കൈയിലെ നക്ഷത്രരാവിൻ തീപന്ത മഹാളി. നാടിൻ തിലകമായി മാറി മംഗലം സ്വർഗത്തിൽ നിറമഴയായി. കരിനീല കണ്ണഴകി കണ്ണകി കാവേരിക്കരയിലെത്തി. ഓ കണ്ടെങ്കിലെന്നു കൊതിച്ചു കണ്ണീർ കനകച്ചിലമ്പു ചിലമ്പി. രാജരഥങ്ങൾ ഊർവലം പോകും മാമധുരാപു. കണ്ണകി കാവേരിക്കരയിലെത്തി. ഓ കണ്ടെങ്കിലെന്നു കൊതിച്ചു കണ്ണീർ കനകച്ചിലമ്പു ചിലമ്പി. കണ്ണകി, എന്തായത് ഗംഭീരമായിട്ട് പാടിയല്ലോ. നല്ല രസമായിരുന്നു. അതായത് ഒരാള് പാടുന്ന പോലെ ഒന്നും തോന്നത്തില്ല അല്ലേ? വെറുതെ ഇങ്ങനെ നിന്ന് അങ്ങ് പാട്ടങ്ങ് പാടുകയാണ്. ഒരു മേളിൽ പോകുമ്പോഴത്തേക്ക് ഒരു ഇങ്ങനെ ആനന അതൊന്നുമില്ല. ആനന അവിടെ കറക്റ്റായിട്ട് എത്തുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളും. മോള് ഓണായത് അനുപല്ലി വന്നപ്പോൾ തൊട്ട് അങ്ങോട്ട് സൂപ്പറായിട്ട് അങ്ങോട്ട് കയറി. ആ തുടക്കം ഒന്ന് പാടിക്കണം. ആ അതെ മതി. പിന്നെ അത് ശകലമുണ്ട്. ബാക്കിയെല്ലാം നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. പെർഫെക്ഷൻ ഉണ്ട് എങ്കിലും ഈ പ്രായത്തിൽ സൂപ്പറായിട്ട് പാടി. അതുപോലെ തന്നെ ഞാൻ അതിശയിച്ചൊരു കാര്യം, അടുത്ത ആഴ്ച മേളിലത്തെ ഗ്രില്ല് വരത്തുള്ളൂ. പക്ഷെ അതിനു മുമ്പ് തന്നെ മാ മധുരാപുരി എന്നൊക്കെ എന്തൊരു ധായാണത്. അതൊന്ന് പാടിക്കത്. മാ മധുരാപുരി മേളില് ഫ്രെയിം ഇല്ലെങ്കിലും സംഭവം. ആര് സെലക്ട് ചെയ്തത്? അമ്മ. ഇത് റെക്കോർഡ് ചെയ്തത് ട്രിവാൻഡ്രത്ത് അർജുനൻ മാഷ് എന്ന് പറഞ്ഞൊരു വലിയ മനുഷ്യനുണ്ട്, കേട്ടിട്ടുണ്ടോ? ട്രിവാൻഡ്രം അല്ല, അദ്ദേഹം എറണാകുളത്തായിരുന്നു. അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന്റെ മോനാണ് അനി, റെക്കോർഡിസ്റ്റ്. ഒത്തിരി പാട്ട് ഞാൻ അനിയുടെ സ്റ്റുഡിയോയിൽ പാടിയിട്ടുണ്ട്. നല്ല സെൻസിബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനീയറാണ് അനി. ഇപ്പൊ കൈതപ്പുറം വിശ്വം വന്നിട്ട് എന്നെ അവിടെ വെച്ച് പാടിച്ചതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഞാൻ പാടിയതിൽ വെച്ചിട്ട് എനിക്ക് എന്തോ ഒരു അട്രാക്ഷൻ ഈ പാട്ടിനോടുണ്ട്. ദുഃഖം വന്നാലും സന്തോഷം വന്നാലും കാറിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു ജേണി ഉണ്ട് ഇതിനകത്ത്. ഒരു ജേണി ഉണ്ട്. ഇപ്പൊ വെറുതെ പാടിയതാണ്. ആ ഒരു ജേണി ഈ പാട്ടിനുണ്ട്. അത് കാരണം കാറിലൊക്കെ ഇട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ സീനറി ഒക്കെ കണ്ടുകൊണ്ട് സൂചിച്ചു പോവാം. മോള് പാടിയപ്പം അതേ സുഖം എനിക്ക് കിട്ടി. അതുകൊണ്ട് ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് വരും. ദേവനക്കുട്ടി. ദേവനെ നന്നായിട്ട് പാടി കേട്ടോ. പിന്നെ ആ ശബ്ദത്തിന്റെ ചെറിയ മാറ്റം അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, പണ്ടത്തെക്കാളും നന്നായിട്ടുണ്ട്. പാട്ട് വളരെ നല്ല രസമുണ്ടായിരുന്നു. ഈസി ആയിട്ട്, അപ്പൊ ശ്രീകുട്ടൻ അങ്കിൾ പറഞ്ഞ പോലെ വളരെ ഈസി ആയിട്ടാണ് മോളിൽ നിന്ന് പാടുന്നത്. മോളിവിടെ പാടുന്ന മിക്ക പാട്ടുകളും എങ്ങനെയാണ് പാടുന്നത്? ഈസി ആയിട്ടാണ് പാടുന്നത്. എന്നാൽ കറക്റ്റ് നോട്ട് എത്തുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ഇന്നിപ്പോ ഈ ചില സ്ഥലങ്ങളിൽ ശ്രുതി പ്രശ്നം തോന്നി എനിക്ക്. രാജരഥങ്ങൾ ഊർവലം പോകും, പിന്നെ അനുപല്ലവി തുടങ്ങിയ ആഡംബരങ്ങളിൽ അവിടെയൊക്കെ ചെറുതായിട്ട് ശ്രുതിയുടെ പ്രശ്നം മാത്രം ആണ് ഉണ്ടായത്. പാട്ടിന്റെ ആ ഫ്ലോ ഒക്കെ കറക്റ്റ് ആയിരുന്നു.
ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. എന്റെ കുട്ടി ജാനകിയമ്മ 6 വയസ്സിൽ എങ്ങനെ ഈ പാട്ട് ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്തു എന്ന് എനിക്ക് ഒരു അത്ഭുതം തോന്നുന്നു കേട്ടോ. എല്ലാ സംഗതികളും അങ്ങനെ വളരെ ഈസി ആയിട്ട് പാടുന്നു. അത് മാത്രല്ല സംഗതിയല്ല, അതിലുള്ള ഭാവം, അതെങ്ങനെ പാടണം എല്ലാം അത് മോൾക്ക് എല്ലാം അറിയാം. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു കുട്ടി ജാനകിയമ്മന്റെ സ്പിരിറ്റ് അങ്ങനെയുള്ളൂ, അങ്ങനെയുണ്ട് അല്ലേ? അപ്പൊ ഇനിയും ഇങ്ങനെ നല്ല പാട്ടുകൾ കൊണ്ടുവരണേ. അപ്പൊ ദേവന മോൾക്ക് എന്ത് വേണം? ഞാൻ എന്തെങ്കിലും തരാന്ന് എനിക്ക് തോന്നി. ബിരിയാണി. ബിരിയാണിയോ? ഇതൊക്കെ എടുത്ത് കുട്ടിച്ചോറാക്കുന്നതിന് ഒരാള് വേണ്ട. ബിരിയാണി വേണ്ട, ഒരു മണ്ണും വേണ്ട. അല്ല, ഒരാൾക്ക് ഇവിടെ കഴിക്കുന്നത് മാത്രമേ ഓർമ്മയുണ്ട്. മത്തിയും അത് എങ്ങനെ തിരിഞ്ഞു വന്നാലും കോഴി തന്നെ. കോഴി. ഡോൾ. ഏത് ഡോൾ? ഏത് ഡോൾ? തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം എന്നെ കാണുമ്പോ ഒരു ടെഡി. ഏത് കളർ? റെഡ്. ഞാൻ നോക്കാം. പക്ഷെ ക്രിസ്മസ് അല്ലേ, അപ്പൊ ചിലപ്പോ ടെഡി ബെയർ റെഡിൽ കിട്ടും. വടവള്ളിയിലൊരു ഇതുണ്ട്, നിരത്ത് അവിടെ കിട്ടും. സാർ ഇവിടെ ചെന്നൈയില് തെരുവാ നിങ്ങൾ ഇവിടെ പൊരിക്കിരിക്കാൻ தெரியாம പോയി. എല്ലാ തെരുവിലും എത്തിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഡോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? ഞാനിനി തുടങ്ങിക്കോട്ടെ. മിസ് ദേവനാസി കെ, ഫസ്റ്റ് ആയിട്ട് ഞാൻ മോളുടെ പാട്ടിൽ ഇന്ന് ശ്രദ്ധിച്ച ഒരു മെയിൻ മാറ്റം എന്ന് പറയുന്നത് മോളുടെ ശബ്ദം കുറച്ചും കൂടി തുറന്നു വന്നിട്ടുണ്ട്. ഇപ്പം പഴയത് പാടുന്ന മാതിരി ഒതുക്കി ഒതുക്കി വെച്ച് പേടിച്ച് പാടുന്ന അതൊന്നും ഇപ്പം ഇല്ല. ഇപ്പം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് മോള് പാടുന്നുണ്ട്, കോൺഫിഡൻ്റ് ആയിട്ട് മോള് സംസാരിക്കുന്നുണ്ട്, കോൺഫിഡൻ്റ് ആയിട്ട് ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പം മോളുടെ പാട്ട് ടോട്ടലായിട്ട് അങ്ങ് കുറച്ചും കൂടി രസമുണ്ട് ഇപ്പം കേൾക്കാൻ. പിന്നെ ഇപ്പൊ ഈയിടെയായിട്ട് കാണാൻ കുറച്ച് കൂടുതൽ ഭംഗി വെച്ച് വരുന്നുണ്ടോ എന്നൊരു സംശയം കൂടി വരുന്നുണ്ട്. നാളെ വന്നു അല്ലേ? എന്താ രഹസ്യം? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? മേക്കപ്പിലോ എന്തെങ്കിലും? അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ എന്തൊക്കെയോ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരു കൂടുതലൊരു ഭംഗി ഇവിടെ സ്റ്റേജിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പല്ല് വന്നതിന്റെ ആണോ? പല്ല് വന്നതിന്റെ ആണോ? അതിന്റെ ആണോ? ആ, പക്ഷെ എല്ലാവർക്കും വളരെ ഇഷ്ടമായി ഈ കണ്ണ്. അപ്പം എന്റെ അടുത്ത് കുറെ ആൾക്കാർ പറഞ്ഞു, ആ കാണാൻ നല്ല ഭംഗിയുള്ള കണ്ണുള്ള കുട്ടിയില്ലേ? ഞാൻ പറഞ്ഞേക്കാം, അന്വേഷണം പറയാൻ പറഞ്ഞു. ശരിക്കും പറയാ, സത്യം ശരിക്കും തന്നെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഈ പീക്ക് റീസിൽ നമുക്ക് എത്രയാണോ ഉള്ളത്? 5 പേര്. അതാരൊക്കെയാണ്? മിയ, മേഘന, ദിയ, ദേവനക്കുട്ടി, പിന്നെ നമ്മുടെ ശ്രീദേവ്. ഈ 5 കുട്ടികളില് പെൺകുട്ടികളില് ശ്രീദേവ് ആൺകുട്ടി ആയതുകൊണ്ട് സെപ്പറേറ്റ്. പെൺകുട്ടികളിൽ ഞാൻ ശ്രദ്ധിച്ചത് മറ്റേ കുട്ടികൾ കൊണ്ടുവരുന്നത് എപ്പോഴും എന്റർടൈൻമെന്റ് പാക്കേജസ് ആണ്. അതായത് എപ്പോഴും നന്നായിട്ട് ഉഗ്രനായിട്ട് അടിച്ചു പൊളിക്കും. ഈ കുട്ടി വരുന്ന സമയത്ത് മ്യൂസിക്കലി എന്തെങ്കിലുമൊക്കെ സ്റ്റഫുള്ള പാട്ടുകൾ കൊണ്ടാണ് വരുന്നത്. എന്നിട്ട് അതിവിടെ വന്നിട്ട് ഒരളവിൽ കൂടുതൽ നന്നായിട്ട് തന്നെ പാടുകയും ചെയ്യും. മോള് മാത്രം സെലക്ഷനിലും ഡിഫറെന്റ് ആണ്, എല്ലാത്തിലും ക്വാളിറ്റി സോങ്സും കൊണ്ട് വരുന്നുണ്ട്. അതിന് ആദ്യം ഒരു വലിയ കൈയടിക്കണം. ഓക്കെ, അപ്പൊ ഇനിയും നല്ല നല്ല പാട്ടുകളായിട്ട് വരാം. ഓൾ ദി ബെസ്റ്റ്. മോളുടെ പാട്ട് ഏത് തരത്തിലുള്ള പാട്ടാണെന്നറിയാം? മലയാളത്തിലൊരു വാക്കുണ്ട്, ആയാസരഹിതം. ഒരു സ്ട്രെയിനും ഇല്ല. കയറി വന്നൊരു പാവം ഇങ്ങോട്ട് മാറി നിന്ന് പാടാം, തുടങ്ങാം, ഒരു ചാമ്പാണ്. ഇത് കണ്ണകി എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അപ്പൊ മോളെ പോലെ തന്നെയാണ് ഇതിന്റെ ഡയറക്ടർ. ഒരു ബഹളവും ഇല്ലാതെ വന്ന് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ അവാർഡ് വാങ്ങിച്ച, പുരസ്കാരങ്ങൾ വാങ്ങിച്ച ഒരു ഡയറക്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ജയരാജ്. നമ്മൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു എപ്പിസോഡ് വരും. അത്രമാത്രം അവാർഡുകൾ അദ്ദേഹം വാങ്ങിച്ചു. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, ഒരു വ്യത്യസ്തത. കൊമേഴ്ഷ്യലായിട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് ബഹളമൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും, പക്ഷേ വാല്യൂ വൈസ് അസാധ്യമായിട്ടുള്ള ഡിഫറൻസ് ആണ്. ഈ പടം നമ്മൾ മലയാളത്തിൽ വേറൊരു പടം ഞാൻ വേറൊരു ഭാഷയിലും കണ്ടിട്ടില്ല. നമ്മുടെ കേരളത്തിൽ ഏതോ ഒരു ഭാഗത്ത് കോഴിപ്പോരിനെ പറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ വന്നിട്ടില്ല. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഈ കോഴിയെ കണ്ടുപിടിക്കണം, കോഴി ചാവുന്ന കോഴിയുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു തീമാണ് ഈ കണ്ണകിയുടെ. അപ്പോൾ ഈ പടമൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഈ ജയരാജിന് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു, ഈ കോഴി എവിടെ നിന്ന് കിട്ടുന്നു, ഈ ലൊക്കേഷൻ എവിടെ നിന്ന് കിട്ടുന്നു, ഈ ക്ലൈമാക്സ് എവിടെ നിന്ന് കിട്ടുന്നു. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ട്, എന്നാൽ അദ്ദേഹം ആ മല മറിക്കുന്ന ഒരു തരത്തിലുള്ള എക്സ്പ്രഷനും ഇല്ല. അവിടെ നിന്ന് സാധാരണ പോലെ നിന്ന് ഡയറക്റ്റ് ചെയ്യുന്നു, സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ, ഇത്രയൊക്കെ ഉള്ളൂ. മോളുമായിട്ടൊരു സാദൃശ്യം വരുന്നുണ്ട് ഡയറക്ടർ. ഈ പാട്ടെടുത്തതിന് നന്ദി, സന്തോഷം.
ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ജഡ്ജസ് പാനൽ കുഞ്ഞുവാവയ്ക്ക് തരുന്നു Black blue eye beauty, beauty came to the Kaveri shore. അത് മോള് പാടിയ പാട്ട് തന്നെയാണ്, പക്ഷെ അത് ഇംഗ്ലീഷിൽ പാടുന്നു. ഇനി അതൊന്ന് വാക്കുകളൊന്ന് പറഞ്ഞുതരും, മനസ്സിലായില്ല. Black blue eye beauty, ബ്ലാക്ക് ബ്ലൂ ഐ ബ്യൂട്ടി. കരിനീല കണ്ണഴകി, പിന്നെ കണ്ണകിക്ക് എന്താ? beauty അല്ലല്ല, കണ്ണകി അല്ലേ? came കണ്ണകി പേരല്ലേ? beauty ബ്യൂട്ടി അത് മതി. came to the Kaveri shore. Very sure. എന്താണ് ആടി ഒരു കണ്ണകി പൂക്കുറ്റി. താങ്ക് യു സർ. Congratulations, you are awarded a triple wow. താങ്ക് യു. Pistol wow. Pistol wow. താങ്ക് യു സർ. Wow. ദേവനക്കുട്ടി, ഓ all the best. താങ്ക് യു. ടാറ്റാ. ദേവനക്കുട്ടി, ട്രിപ്പിൾ വാവ് കടിച്ചു. കൺഗ്രാറ്റുലേഷൻസ്. ഈ പല്ലക്കിനി എന്ന് വരും? പല്ല് വരുന്നുണ്ട്. വരാൻ വല്ലതും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. സീസൺ തീരണതിന് മുന്നേ നമുക്ക് പല്ലൊക്കെ ഫുൾ വന്നിട്ട് നല്ലൊരു പാട്ട് പാടണം. പാടില്ലേ? ഓക്കെ, അപ്പം നന്നായി പ്രാക്ടീസ് ഒക്കെ ചെയ്യാം. നെക്സ്റ്റ് ടൈം ഇപ്പം ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ അല്ലേ ഉണ്ടായുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഗോൾഡൻ ക്രൗൺ വാങ്ങിച്ചേനെ അല്ലേ? അപ്പം അതൊക്കെ ശരിയാക്കി നന്നായി പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നെക്സ്റ്റ് ടൈം വരാം. ഓക്കെ, ടാറ്റ. സിസ്റ്റമാറ്റിക് ആയിട്ടും സിമ്പിളായിട്ടും കുട്ടികൾക്ക് ഓരോ സബ്ജക്ട്സ് പഠിക്കാനും നല്ല മാർക്സ് സ്കോർ ചെയ്യാനും അവരെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന 90+ മൈ ട്യൂഷൻ ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. വൺസ് ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രീ വേർഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. ഇതിൻ്റെ ക്ലാസ്സസ് എല്ലാം ആനിമേറ്റഡ് വിഷ്വൽസിലാണ് പഠിപ്പിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ക്ലോസ്ഡ് ഇന്റർവൽ AB യിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമുക്ക് എടുക്കാം, f(x). ഈ ഫംഗ്ഷൻ നോൺ നെഗറ്റീവ് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. നമ്മളിപ്പോൾ കണ്ടത് +2 കുട്ടികളുടെ മാത്സ് ക്ലാസ് ആണ്. അപ്പോൾ ഇതുപോലെ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും കുട്ടികൾ ഓരോ സബ്ജക്ട്സും പഠിച്ചു പോയിക്കോളും. നല്ല മാർക്സ് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയൊക്കെ അഡ്വാൻറ്റേജസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 ലക്ഷത്തിലധികം കുട്ടികളാണ് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇന്ന് തന്നെ പോയിട്ട് 90+ മൈ ട്യൂഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇനി നമ്മുടെ കുട്ടി പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള 90+ ഇന്ത്യൻ ലിറ്റിൽ ജീനിയസ് ക്വിസ് സെഗ്മെന്റ് ആണ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ജീനിയസുകൾക്ക് വേണ്ടിയുള്ള ഇന്നത്തെ ചോദ്യം ഇതാ. ഒരേ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ശക്തി ഏതാണ്? എ adhesive force, B cohesive force, C frictional force, D gravitational force. അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടുകാരും 10 മണിക്ക് മുമ്പായി 90+ മൈ ട്യൂഷൻ ആപ്പിൽ ചെന്ന് ശരി ഉത്തരം രേഖപ്പെടുത്തുക. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുട്ടി ജീനിയസിന് 5000 രൂപ ക്യാഷ് പ്രൈസ്. 90+ ഇന്ത്യൻ ലിറ്റിൽ ജീനിയസ് ക്വിസ് കോമ്പറ്റീഷനിൽ ഇന്നലത്തെ ചോദ്യത്തിന് ശരി ഉത്തരം നൽകി വിജയം കരസ്ഥമാക്കിയ കുട്ടി ജീനിയസ് റിയ, കാസർഗോഡ് കാഞ്ഞങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ റിയ 90+ ഹോസ്ദുർഗ് ഡീലർ ഹബിൽ വെച്ച് ക്യാഷ് പ്രൈസ് ഏറ്റുവാങ്ങി. ഇനി നമ്മുടെ സോങ് ഓഫ് ദ ഡേക്കുള്ള സമയമാണ്. വളരെ സന്തോഷമുണ്ട് ഈ സെക്കൻഡ് സീസണിൽ ഇവിടെ നിഖിലിനെ കാണാൻ സാധിച്ചതിൽ. സൗത്ത് ഇന്ത്യയിലെ ഇപ്പോൾ വളരെ ബിസി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലോട്ടിസ്റ്റാണ് നിഖിൽ. ഞാൻ നിഖിലിൻ്റെ വലിയൊരു ആരാധകനാണ് സത്യത്തിൽ. നിഖിലിൻ്റെ ആ ഒരു ഫ്ലൂട്ട് വായിക്കുന്ന ആ ടോണും അതിലെ ലയവും എല്ലാം ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ വൈഫും എപ്പോഴും പറയും, ദിവ്യയും എപ്പോഴും പറയാറുണ്ട്, നിഖിലിനെ മതിച്ചേട്ടൻ കാണാറുണ്ടോ, എന്ത് രസമാണ് നിഖിലിൻ്റെ ഫ്ലൂട്ട് വായിക്കുന്ന എന്ത് രസമാണ് കേൾക്കാൻ. അപ്പോൾ നിഖിലിനെ കാണുകയാണെങ്കിൽ അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നിഖിലിൻ്റെ ഒരു സോളോ പെർഫോമൻസ് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയും നമുക്ക് എല്ലാവർക്കും വേണ്ടിയും
പാട്ടുകളൊക്കെ കേട്ടു. ഇനി ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ് എന്നറിയാനുള്ള സമയമാണ്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ജഡ്ജസ്, ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ആരായിരിക്കും? നമ്മുടെ ചിരിക്കുട്ടൻ. എന്റെ പേര് ഞാൻ മാറ്റി അങ്ങോട്ട് കൊടുത്തു. ബെവൻ. വെൽക്കം ബെവൻ ഓൺ സ്റ്റേജ്. ബെവന് GRPക്ക് നൽകുന്ന ഒരു സമ്മാനം. ആകാശം താഴുന്നു നീഹാരം തൂന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മനോഹരമായ പാട്ടുകളൊക്കെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും നല്ലോണം എൻജോയ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡോടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം ഒരു മനോഹരമായ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.